ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ റിസൾട്ടും വന്നു. വളരെ സന്തോഷം. ഒരുപാട് പേര് ഇത്തവണ സെറ്റ് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. അതും നല്ല മാർക്കിൽ. പേപ്പർ 1 നല്ലൊരു മാർക്കിൽ തന്നെ സെറ്റ് ക്ലിയർ ചെയ്തു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് എക്സാം എഴുതാൻ പറ്റി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ വലിയൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. അതായത് ഒരു 15 ഡേയ്സ് ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അതിനുള്ള ലിങ്ക് നമുക്ക് LBS ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് കയറിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാനുണ്ട്. ദെൻ അവിടെ പറയുന്ന കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വെച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ഉടൻ തന്നെ, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇനി നമുക്ക് വലിയൊരു ടെൻഷനുണ്ട്, എത്ര നാളത്തേക്കുള്ളിലൊക്കെയാണ് സർട്ടിഫിക്കറ്റിന്. അതിനൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റാണ് സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ അപ്ലൈ ചെയ്യുന്ന ആ തന്നിരിക്കുന്ന ഡേറ്റ് മുതൽ 1 വർഷം വരെ ഫൈൻ ഇല്ലാതെയും, അത് കഴിഞ്ഞാൽ 500 രൂപ ഫൈനോടുകൂടിയും നമ്മളുടെ സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അപ്ലൈ ചെയ്താൽ അന്നേരം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുമില്ല. നമുക്ക് 2 മാസമെങ്കിലും 2 മാസം കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മുടെ സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്കൊരു 15 ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള സൈറ്റ് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തത്. ദെൻ ഇതിന് ശേഷം, എൻ്റെ വോയിസിന് ശേഷം നമ്മളുടെ കുട്ടികൾ, ഞാൻ ഇഷ്ടംപോലെ വോയിസ് അങ്ങനെ ഇടാറുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ ഇട്ട് തരുന്നതാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള റിവ്യൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള ആഡുകളോ അഡ്വർടൈസ്മെൻറ്റുകളോ പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മൾ ഈ രീതിയിൽ നമ്മളുടെ കുട്ടികൾ തന്നെയാണ് നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് തന്നിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഇതിന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് കേട്ടിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. താങ്ക് യു മാം. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇപ്രാവശ്യത്തെ സെറ്റ് എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത് മാമിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ്. സൂപ്പർ ക്ലാസ്സാണ്. എനിക്കൊന്നും അതിൻ്റെ അകത്ത് ഒരു തെറ്റും തോന്നിയിട്ടില്ല. അത്രയും ഭംഗിയായിട്ടാണ് മാം ക്ലാസ് എടുക്കുന്നത്. ഒരു നോട്ട് പോലും എഴുതിയെടുക്കേണ്ട കാര്യമില്ല. മാം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കാണാണ്ട് പഠിച്ചു പോവുക ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എക്സാമിന് വന്നത് മാം ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്ന അതേ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് വന്നത്. സൂപ്പർ ക്ലാസ്. മാം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ക്ലാസ് കണ്ടാൽ മനസ്സിലാകും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് മാമിൻ്റെ ക്ലാസ് കണ്ടിട്ട്. എന്ത് ഭംഗിയായിട്ടാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് കേൾക്കാറുണ്ട്. ഞാൻ ക്ലാസ് കാണുമ്പോൾ ആൾ അവിടെ ഇരുന്ന് കേൾക്കാറുണ്ട്. ആളും പറയും സൂപ്പറായിട്ട്, എന്ത് ഭംഗിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നതെന്ന്. വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുത്തതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. മാം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള കഴിവ് ഉണ്ട്. താങ്ക് യു മാം. ടിൻസി മാം, ഞാൻ ഇന്ദുലേഖ. എനിക്ക് ഈ സെറ്റ് പരീക്ഷ വിജയിക്കാൻ പറ്റിയത് മാമിൻ്റെ ക്ലാസ് കാരണം മാത്രമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ ഒരുപാട് ദൂരത്താണ്. ട്രെയിനിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ മാമിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കേട്ടിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ മാമിൻ്റെ ആത്മാർത്ഥത, നമുക്ക് തരുന്ന മോട്ടിവേഷൻ എല്ലാം വിജയത്തിലേക്ക് എത്തിക്കാൻ വലിയൊരു കാരണമായി. ഹൃദയം നിറഞ്ഞ നന്ദി മാം. മിസ്സേ ഗുഡ് മോർണിംഗ്. മിസ്സേ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ മിസ്സേ. മിസ്സിൻ്റെ ക്ലാസ് കൊണ്ടാണ് അത് കിട്ടിയത്. മിസ്സിൻ്റെ ക്ലാസ് അത്രയും പ്രൊഫഷണൽ ആയിരുന്നു. മിസ് പറയണ വേർഡ്സ് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. മിസ്സിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച് മിസ്.